മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് ബിജെപിയിൽ പൊട്ടിത്തെറി. കുമ്മനം രാജിവെക്കണമെന്നൊരു വിഭാഗം. ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് പാലക്കാട് നടക്കും. ലതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലതീഷ്, വോട്ട് പ്രതീക്ഷിച്ചതുപോലെ ഉയരാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒരുപക്ഷെ അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഏത് തരത്തിലായിരിക്കും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുക? സൗമ്യ, ദേശീയ നിർവാഹക സമിതി യോഗത്തിന്റെ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഇന്നിപ്പോൾ ബിജെപിയുടെ നേതൃയോഗങ്ങൾ പാലക്കാട്ട് ആരംഭിക്കാനിരിക്കുന്നത്. കോർ കമ്മിറ്റി യോഗവും അതേപോലെ തന്നെ സംസ്ഥാന ഭാരവാഹി യോഗവും സംസ്ഥാന സമിതി യോഗവും ഇന്നും നാളെയുമായി പാലക്കാട്ട് നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ ബിജെപി ഉയർത്തിവിട്ട രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് ആ രാഷ്ട്രീയത്തിന് ലഭിച്ച സ്വീകാര്യത തീർച്ചയായും ഈ യോഗം ചർച്ച ചെയ്യും, വിലയിരുത്തും. ഈ ഘട്ടത്തിലാണ് കുമ്മനത്തിന്റെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയരാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. ഒരു വിഭാഗം ഈ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ മലപ്പുറത്തെ ശ്രീപ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തന്നെ രംഗത്ത് വന്ന ഒരു സാഹചര്യം ബിജെപിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. CK പത്മനാഭൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിൽ പ്രാദേശിക തലത്തിൽ ശ്രദ്ധേയനായ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ബിജെപിയുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ അടക്കമുള്ള പേരുകൾ ഈ സ്ഥാനത്തേക്ക് അവർ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം ഒഴിവാക്കി മോശപ്പെട്ട ഈ ശ്രീപ്രകാശിനെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശ്രീപ്രകാശിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതി എന്ന കുമ്മനത്തിന്റെ ഒരു പിടിവാശിയാണ് അവസാനം വിജയം കണ്ടത്. അതിനെ തുടർന്ന് തന്നെ ഒരു നോമിനിയായി തന്നെയാണ് ശ്രീപ്രകാശ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നതും. ഇത് UDF സഹായിക്കാനാണെന്ന വിമർശനവും ബിജെപിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നിരുന്നു. പ്രാദേശിക ഘടകങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പ്രാദേശിക ഘടകം കൃത്യമായി ആവശ്യപ്പെട്ടത് സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയനായ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ കൂടി ഒരു വിലയിരുത്തൽ കൂടിയാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ശ്രദ്ധേയമായ നേതൃത്വത്തിലുള്ള ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിക്കുക എന്നൊരാവശ്യം കീഴ്ഘടകത്തിൽ നിന്ന് ഉയർന്നിരുന്നെങ്കിലും അതിന് സ്വീകൃതി ലഭിച്ചില്ല. കുമ്മനത്തിന്റെ പിടിവാശി കാരണം ഈ പറയുന്ന ശ്രീപ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ വരെ ഇക്കാര്യത്തിൽ വിമർശനം ഉയർന്നെങ്കിലും അവസാന തീരുമാനമായി ശ്രീപ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയായിരുന്നു. കുമ്മനത്തിന്റെ ഒരു പിടിവാശിയെ തുടർന്നാണ് സ്ഥാനാർത്ഥിത്വം ശ്രീപ്രകാശിന് തന്നെ നറുക്കു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം അവർ BJP സംസ്ഥാന നേതൃത്വം ഒറ്റക്കെട്ടായി തന്നെ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തിയെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 970 വോട്ടുകൾ മാത്രമാണ് അധികം നേടാൻ ശ്രീപ്രകാശിനായത്. 1 ലക്ഷത്തിൽ പരം പുതിയ വോട്ടർമാർ വർദ്ധിച്ചിട്ട് പോലും അവരുടെ പിന്തുണ നേടിയെടുക്കുന്നതിനൊന്നും തന്നെ BJP സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല. NDA ക്യാമ്പിലും തുടക്കത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം BDJS-നുമായി ആലോചിക്കാതെയാണ് NDA സ്ഥാനാർത്ഥിയായി BJP-യുടെ പ്രതിനിധി ശ്രീപ്രകാശിനെ നിർദ്ദേശിച്ചതെന്ന വിമർശനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ പിന്നീട് അവരുമായി സംസാരിച്ച് അത് ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായി ചർച്ച ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എങ്കിലും BDJS-ന് ആവശ്യപ്പെട്ട സ്ഥാനങ്ങളൊന്നും തന്നെ ഇപ്പോഴും ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. അത്തരത്തിൽ നേതൃതലത്തിൽ ഒരു ധാരണ ഉണ്ടായി എങ്കിൽ പോലും താഴെത്തട്ടിലേക്ക് ആ കൃത്യമായ BDJS-ന് പെരിന്തൽമണ്ണ പോലുള്ള സ്ഥലങ്ങളിൽ സ്വാധീനമുള്ള ഒരു സംഘടന കൂടിയാണ് BDJS. അതുകൊണ്ട് തന്നെ അവർ ഒറ്റക്കെട്ടായി മത്സര രംഗത്ത് ഉണ്ടായി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായി എന്നതിനപ്പുറം ആ ഒരു മാനസികമായ ഐക്യം ഉണ്ടായിരുന്നില്ല എന്നുകൂടി വിലയിരുത്തുന്ന ഒരു വിഭാഗം BJP-ക്കുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കുമ്മനത്തിന്റെ ഒരു പിടിവാശി മൂലം വന്ന ഒരു സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 6 ഇരട്ടി വോട്ട് നേടുമെന്നായിരുന്നു BJP-യുടെ NDA-യുടെ അവകാശവാദം. അതൊന്നും നടന്നില്ല. ഒപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുമെന്ന് കുമ്മനം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ് പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു ശ്രമവും അവർ നടത്തിയെങ്കിലും അതൊന്നും മലപ്പുറത്ത് വിജയം കണ്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവരുടെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ ആ കാര്യം വളരെ വ്യക്തമാണ്. ഒരു ഘട്ടത്തിൽ മലപ്പുറത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ ആകർഷിക്കുന്നതിന് വേണ്ടി ബീഫ് രാഷ്ട്രീയം വരെ സ്ഥാനാർത്ഥി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതിനോട് പരസ്യമായി പ്രതികരിക്കാൻ കുമ്മനം അടക്കമുള്ള സംസ്ഥാന BJP നേതൃത്വം തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് പരമാവധി ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ കൂടി സമാഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് BJP ബീഫ് രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്നത്. അത് വലിയ വിവാദവും ഒച്ചപ്പാടും ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ ഇതൊന്നും തന്നെ BJP-ക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല.
ലതീഷ്, നമുക്കറിയാം പ്രത്യേകിച്ച് നിയമ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ തന്നെയും പടിപടിയായി കടന്നു വരിക, പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സീറ്റുകൾ സ്വന്തമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നൊക്കെയുള്ളൊരു കണക്കുകൂട്ടലുകൾക്ക് വലിയ തിരിച്ചടിയാണ് തുടർച്ചയായി BJP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കുമ്മനമാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുമ്മനം നേതൃസ്ഥാനത്തേക്ക് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളിലുള്ള അതൃപ്തി എല്ലാം തന്നെയും ഈ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയായിരിക്കുമോ ഇനി മറ്റുള്ളവർ ചെയ്യുക? ആ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളാണോ BJPക്കുള്ളിലുള്ളത് ഇപ്പോൾ? ആ തരത്തിലുള്ള ഒരു എതിർപ്പ് കുമ്മനത്തിനെതിരെ ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം കുമ്മനത്തിന്റെ ഒരു പിടിവാശി മാത്രമാണ് ശ്രീപ്രകാശിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി മലപ്പുറത്ത് NDA സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. കീഴ്ഘടകങ്ങളും ജില്ലാ നേതൃത്വത്തിലെ ഒരു വിഭാഗവും അതേപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലെ വലിയൊരു വിഭാഗവും നല്ല ഒരു സ്ഥാനാർത്ഥിയെ, മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യത്തെ അംഗീകരിക്കാൻ കുമ്മനം തയ്യാറായില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശ്രീപ്രകാശിനെ തന്നെ വീണ്ടും നറുക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ കുമ്മനം തന്നെ നേരിട്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മലപ്പുറത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യവും മലപ്പുറത്ത് ഉണ്ടായിരുന്നു. അവർ പരമാവധി അവരുടെ വോട്ടുകൾ സമാഹരിക്കാനുള്ള എല്ലാവിധ ശ്രമവും നടത്തി, കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തി, വലിയ തോതിൽ പണം ഇറക്കിക്കൊണ്ട് തന്നെ LDFും UDFും നടത്തുന്ന രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോയി. കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ അവർ സംഘടിപ്പിച്ചു. NDA സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ വിശദീകരിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങളും അതേപോലെ തന്നെ കുടുംബയോഗങ്ങളും അവർ സംഘടിപ്പിച്ചു. പക്ഷേ ഇതിനൊന്നും തന്നെ കാര്യമായ വേരോട്ടം ഉണ്ടാക്കാൻ, എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ സാധിച്ചിട്ടില്ല. ആ 70% അവിടെയുള്ള 70% വരുന്ന മുസ്ലിം വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ കടക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ള തിരിച്ചറിവാണ് നല്ല ബീഫ് കടകൾ മലപ്പുറത്ത് ആരംഭിക്കും എന്നത് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം. എന്നാൽ ഇതിനോട് സംസ്ഥാന നേതൃത്വം കൃത്യമായി പ്രതികരിച്ചതുമില്ല. ബീഫും വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു നിലപാട് പാർട്ടിക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ആ കാര്യത്തെ പറ്റി പ്രതികരിക്കാം എന്ന് തന്നെയാണ് കുമ്മനം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് പോലും യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ, കേവലം 970 വോട്ട് എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ, ഏതൊരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ഒരു വോട്ടിന് തന്നെയാണ്. കാരണം 3 വർഷത്തിന് ശേഷം 2014 നിന്ന് 3 വർഷത്തിനിപ്പുറം BJPയുടെ വളർച്ച മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP കേന്ദ്രം ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കുമ്മനത്തിന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല എന്ന നിലപാട് തന്നെയായിരിക്കും കുമ്മനത്തെ എതിർക്കുന്ന മറുവിഭാഗം യോഗങ്ങളിൽ. ഒപ്പം ലതീഷ്, നമുക്കറിയാം, ലതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഏകപക്ഷീയമായ തീരുമാനം BJP എടുത്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ BDJSന്റെ ഭാഗത്തു നിന്നും വന്നു. ഒപ്പം CK ജാനുവിന്റെ പാർട്ടി ആയാലും ഒക്കെ തന്നെയും ഈ ഒരു വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ തുഷാർ നേരിട്ട് ദേശീയ നേതൃത്വത്തെ ഈ വിഷയം ധരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർച്ചയായി ഇത്തരം വിഷയങ്ങളിൽ ഇവർക്ക് അതൃപ്തിയുമുണ്ട്. മറ്റ് സ്ഥാനങ്ങൾ നൽകാം തുഷാറിന് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നു. എന്നാൽ അതൊന്നും വാക്കു പാലിക്കപ്പെട്ടിട്ടുമില്ല. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും ഉള്ളൊരു ചർച്ച കൂടിയായിരിക്കുമോ, അതുകൂടി ഊന്നിയുള്ളൊരു ചർച്ചയായിരിക്കും, ഈ അതൃപ്തികൾ കൂടി ചർച്ച ചെയ്തുള്ളൊരു നീക്കമായിരിക്കുമോ ഉണ്ടാവുക? സ്വാഭാവികമായും ഘടകകക്ഷി എന്ന നിലയിൽ കേരളത്തിൽ BDJS തന്നെയാണ് BJP കഴിഞ്ഞാൽ ആ NDA കക്ഷികളിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് നമുക്ക് പറയാവുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അതൃപ്തി സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ കൂടി ചർച്ച ചെയ്യപ്പെടും. കാരണം അവർ ഈ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അവർക്ക് BDJSന് കേന്ദ്രം അല്ലെങ്കിൽ BJP കേന്ദ്ര നേതൃത്വം ഓഫർ ചെയ്ത സ്ഥാനം ഒന്നും തന്നെ ഇതുവരെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. അത് വാങ്ങിയെടുക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രം ഇത്തരം ഘട്ടങ്ങളിലെല്ലാം തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള BDJSന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും ഈ അവരുടെ നീക്കത്തിനും വിജയം കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ BDJSന്റെ വോട്ടുകൾ എത്രത്തോളം തങ്ങൾക്ക് ലഭിച്ചു എന്നടക്കമുള്ള ഒരു വിലയിരുത്തലിലേക്ക് BJP പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ BDJSന് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ അവർക്ക് എത്രത്തോളം വോട്ട്, അവരുടേതായ വോട്ടുകൾ ഉണ്ട് എന്നുള്ള ഒരു കണക്ക് അവർക്ക് എത്രത്തോളം അവരുടെ കൈവശം ഉണ്ട് എന്ന് പോലും നമുക്ക് തന്നെ സംശയമുണ്ട്. കാരണം
BDJS ഈ അടുത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപം കൊണ്ട ഒരു പാർട്ടിയാണ്. അവർ ആ നിലയിൽ അവർ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും BDJSന്റെ അതൃപ്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുമ്മനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുമ്മനത്തെ അനുകൂലിക്കുന്നവരും എടുക്കുന്ന ഒരു നിലപാട് മലപ്പുറം പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ, കാരണം 65,000-ഓളം വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടി 10,000-ഓളം വോട്ടിന്റെ വർധനവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെങ്കിലും മലപ്പുറം പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇത്രയുമൊക്കെ നേടാനായി കഴിയൂ എന്നുള്ള ഒരു നിലപാടായിരിക്കും അദ്ദേഹത്തെ അനുകൂലിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മലപ്പുറത്തെ ഈ ഒരു തിരിച്ചടി സ്വാഭാവികമായും മലപ്പുറം പോലെയുള്ള ഒരു ലീഗ് കോട്ടയിൽ ഉണ്ടാകാവുന്നതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് BJPയുടെ കണക്ക് കൂട്ടലുകൾ അത് പതിവ് പോലെ വെറും വാചകമടിക്ക് അപ്പുറത്തു നിന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ കുമ്മനം തന്നെയാണ് ശ്രീപ്രകാശിനെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്, അതിനുവേണ്ടി ശാഠ്യം പിടിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഇതിനൊക്കെ മറുപടി പറയേണ്ട, പാർട്ടിക്കുള്ളിൽ തന്നെ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കുമ്മനം പോകാനുള്ളൊരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഒരു തോൽവിയെ തുടർന്ന് ഏത് പാർട്ടിയാണെങ്കിലും ദയനീയമായിട്ട് തോൽക്കുമ്പോൾ അതിന് കാരണക്കാർ ആരൊക്കെ എന്ന് ഒരു അന്വേഷണം ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം കാര്യങ്ങളായിരിക്കും, ചർച്ചകളായിരിക്കും നടക്കുക. എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിൽ BJPയുടെ സംഘപരിവാറിന്റെ അടിസ്ഥാന അജണ്ട എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിനെതിരെ ഭൂരിപക്ഷ ജനക്കൂട്ടത്തെ സമാഹരിക്കുക എന്നുള്ളതാണ്. ഒരു ഹൈന്ദവ അജണ്ടയിൽ അടിസ്ഥാനമാക്കിയ ഒരു പ്രചാരണ രീതിയാണ് അവർക്ക്. പക്ഷേ മലപ്പുറത്ത് ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷവും UDF നിർത്തിയത് എങ്കിൽ പോലും അതിനെതിരെ ഒരു ഹൈന്ദവ ഏകീകരണത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ BJP അമ്പേ പരാജയപ്പെട്ടു. സാധാരണ ഇത് UP-യിലൊക്കെ ആണെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കെതിരെ ഹൈന്ദവ സ്ഥാനാർത്ഥി നിർത്തിയാൽ BJPക്ക് ജയിപ്പിക്കാനാവും. പക്ഷെ ഇവിടെ ആ ഒരു തന്ത്രം പാളിപ്പോയി. അത് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ് മലപ്പുറത്ത് കണ്ടത്. ന്യൂനപക്ഷ ന്യൂനപക്ഷത്തിനെതിരെ ഭൂരിപക്ഷത്തെ നിർത്തിയാൽ, ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കിയാൽ ജയിക്കാൻ പറ്റും എന്ന ഒരു ഉത്തരേന്ത്യൻ തന്ത്രം ഇവിടെ പൊളഞ്ഞിരിക്കുകയാണ്. അത് കേരളത്തിന്റെ സമൂഹത്തിൽ വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടിയ ഒരു സംസ്കാരം, ഒരു ചിന്താഗതി, അതിന്റെ ഫലമായിട്ടാണ് ഒരു നേർദൃശ്യമാണ് നമ്മൾ മലപ്പുറത്ത് കണ്ടത്. അതിനെ എങ്ങനെ BJP അഭിമുഖീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ. ഒരുപക്ഷെ ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് സുപ്രധാനമായും. ഒന്ന്, നമുക്കറിയാം കുമ്മനം വരുന്നതിന് മുൻപ് BJPയുടെ ശീലം എങ്ങനെയായിരുന്നുവെന്ന്. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പരസ്പരം പഴിചാരുന്നു, കൂടുതൽ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും, പിന്നീട് എല്ലാം ശരിയാകുമെന്ന രീതിയിൽ ചിന്തിക്കുകയും എന്നാൽ കാര്യങ്ങൾ വീണ്ടും പഴയ പോലെ ആകുകയും ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ BJPക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അതല്ല വേണ്ടത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വേരുറപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം അവർ ദേശീയ തലത്തിൽ തന്നെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം തോൽവിയുടെ പശ്ചാത്തലത്തിൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുതലോടുകൂടി നീങ്ങുന്ന BJP എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യതയുണ്ടോ? BJPയുടെ പ്രചാരണത്തിൽ കേരളത്തിൽ എങ്ങനെ പ്രചാരണം നടത്തണം എന്ന അതിന്റെ ആശയങ്ങൾ വറ്റിപ്പോയിരിക്കുന്നു. ഇനിയിപ്പോൾ അവരൊരു പുതിയ സ്ട്രാറ്റജി മെനഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഉത്തരേന്ത്യയിൽ പറ്റുനോക്കുന്ന ചിന്തകളും പ്രചാരണ രീതികളും ഇവിടെ ചിലവാക്കില്ല. ഇന്നലെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞത്, സാക്ഷര കേരളത്തിൽ ഹിന്ദുത്വ അജണ്ട നടപ്പിലാവില്ല എന്ന് ആണ് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി വിജയത്തിന് കണ്ട ശേഷം പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. രണ്ടാമതൊരു കാര്യം, രാഷ്ട്രീയമായി രണ്ട് മുന്നണികൾ ശക്തമായിട്ട് നിൽക്കുന്നു. ഇതിനിടയിൽ ഒരു സ്പേസ് കണ്ടെത്താനാവുന്നത് ശ്രമിച്ച BJP മലപ്പുറത്ത് നേടിയത് 7.01% വോട്ട് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഇനി കേരളത്തിൽ എങ്ങനെ കാലുറപ്പിക്കാനാവും എന്നൊരു വലിയ ആശയക്കുഴപ്പം BJPയെ ബാധിക്കും. ആ ആശയക്കുഴപ്പം ആവട്ടെ സാധാരണഗതിക്ക് BJP നേതൃത്വത്തിൽ ഒരു തമ്മിലടിയിലേക്കാണ് നീങ്ങാൻ സാധ്യത ഏറെയുള്ളത്. നേതൃത്വത്തിൽ കാര്യങ്ങൾ ഒരു സംഘർഷം ഉരുണ്ടുകൂടാൻ സാധ്യത ഏറെയാണ്. ഒരുപക്ഷെ നമ്മൾ അറിയാം, നേരത്തെ തന്നെ മുരളീധര വിഭാഗം ഒക്കെ തന്നെ എങ്ങനെയായിരുന്നു നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഈ തർക്കങ്ങളിൽ നിന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ അതിനും അതീതനായി കുമ്മനത്ത് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമോ? വീണ്ടും ഈ തരത്തിലുള്ള നേതാക്കളുടെ തമ്മിലടി എന്നൊരവസ്ഥയിലേക്ക്, വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കുമോ കുമ്മനം? എങ്ങനെയായിരിക്കും അത് പിടിച്ചു നിൽക്കുക? അതെ, ഇപ്പൊ തന്നെ പല ആൾക്കാർ അപ്പം ആ ഗ്രൂപ്പിൽ നേതൃത്വത്തിൽ
വോട്ടിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് അതിതീവ്രമായ വാദഗതികളൊക്കെ ഉന്നയിക്കുന്നത്. മലപ്പുറത്ത് സ്ഥാനാർത്ഥി ബീഫ് ഉണ്ടാക്കാൻ നല്ല ബീഫ് ലഭ്യമാക്കാൻ ഞാൻ നടപടിയെടുക്കും എന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ അതിനെതിരായ ഒരു വലിയ തീവ്രവാദ ചിന്താഗതിയാണ് സുരേന്ദ്രൻ അവതരിപ്പിച്ചത്. അത് ഒരു BJP-യിൽ ഇപ്പൊ പതിവായിരിക്കുന്നു. തീവ്രമായ ചിന്താഗതികൾ അവതരിപ്പിക്കുക, വാർത്തയിൽ തലക്കെട്ടുകൾ നേടുക, അങ്ങനെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുക, നേതാവാകാൻ ശ്രമിക്കുക എന്നൊരു തന്ത്രം BJP നിലവിലുണ്ട്. ശ്രീ ജേക്കബ് ജോർജ് ദയവായി തുടരുക. ശ്രീ ജോർജ് കുര്യൻ BJP നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയമുണ്ടായാൽ അത് വിലയിരുത്തുക എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് BJP-ക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് സുപ്രധാനമാണ്. സ്വാഭാവികമായും ഇപ്പോൾ സമകാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ആ വിധത്തിൽ തന്നെയാണ് BJP കരുതുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു തിരിച്ചടി, മലപ്പുറത്തെ സ്ട്രാറ്റജി ശരിയായില്ല, ആ വിധത്തിലല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന രീതിയിൽ പ്രായോഗികമായ ഒരു ചർച്ചകളിലേക്കായിരിക്കുമോ കാര്യങ്ങൾ പോവുക? ശ്രീ ജോർജ് കുര്യൻ. അല്ല, പാർട്ടിയുടെ എല്ലാ തലത്തിലും ചർച്ച ചെയ്തിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്താക്കുഴപ്പം പാർട്ടിയിലില്ല. അത് തന്നെയല്ല, സ്ഥാനാർത്ഥി നേരത്തെ കഴിഞ്ഞ് വോട്ട് കൂടുതൽ പിടിച്ചിരിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാദേശിക നേതൃത്വത്തെ വളർത്തിയെടുത്തില്ല എങ്കിൽ നാളെ കേരളം ഭരിക്കുകയും അതുപോലെ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് BJP. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതുപോലെ ദുർബലമായിട്ടുള്ള, BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമായിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സംഘടനാപരമായിട്ട് ദുർബലമായിട്ടുള്ള ഒരു മണ്ഡലമാണ് മലപ്പുറം. അവിടെയെങ്കിലും പ്രാദേശിക നേതാക്കന്മാർക്ക് അവസരം കൊടുത്തില്ല എങ്കിൽ എങ്ങനെ നാളെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും BJP ജയിക്കും എന്നുള്ള ചോദ്യം പൊതുവേ ഉള്ളതാണ്. അപ്പൊ മാധ്യമങ്ങളും ബാക്കിയുള്ള രാഷ്ട്രീയക്കാരും പറയുന്ന ഏതാനും എണ്ണപ്പെട്ട കുറച്ച് നേതാക്കന്മാരെ എല്ലാ ബൈ ഇലക്ഷനും നിർത്തുക എന്നുള്ളതാണ്. അതിൽ നിന്ന് പാർട്ടി മാറിയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, നേമത്ത് വിജയം കണ്ടത് അങ്ങനെയല്ല. സ്വാഭാവികമായും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് പിടിക്കുക അല്ലെങ്കിൽ ഒരു വോട്ടെങ്കിലും വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സുപ്രധാനമാണ് ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളത് നിലനിൽക്കും തന്നെ. ഇപ്പോൾ മലപ്പുറത്താണെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ അടക്കം അല്ലെങ്കിൽ സംസ്ഥാന ദേശീയ സീനിയർ നേതാക്കളുടെ അടക്കം പേരുകൾ പരിഗണിക്കപ്പെട്ടതാണ്. അവിടെ ഒരുപക്ഷെ നേമത്ത് ഉണ്ടായിരുന്ന പോലെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇല്ല, ഒരു സീറ്റ് നേടുന്നിടം വരെ, അക്കൗണ്ട് തുറക്കുന്നിടം വരെയും BJPയുടെ സ്ട്രാറ്റജി ഒന്നായിരിക്കും. കാരണം മണിപ്പൂർ മാത്രമേ അക്കൗണ്ട് തുറക്കാതെ അധികാരത്തിൽ വന്നുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ 1ഉം 2ഉം സീറ്റിൽ നിന്നാണ് അധികാരത്തിലേക്ക് വന്നത്. ഹരിയാനയിൽ 4 സീറ്റ് എന്ന് ചൗട്ടാലയുടെ സഹായത്തോടു കൂടി നേടിയ 4 സീറ്റിൽ നിന്നാണ് 44ലേക്ക് വന്നത്. ഒരു സീറ്റ് നേടിക്കഴിയുമ്പോൾ പിന്നെ എല്ലാ മണ്ഡലങ്ങളിലും ജയിക്കുന്നതിന് എന്ത് വേണമെന്നുള്ള സ്ട്രാറ്റജിയാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ നേതാക്കന്മാരെ വളർത്തിയെടുക്കാനുള്ള ശ്രമമുണ്ടാകും. പക്ഷേ ഈ ചർച്ചകളിൽ തന്നെയും ശോഭാ സുരേന്ദ്രന്റെ മറ്റുള്ളവരെ അംഗീകരിക്കണമെന്നില്ല. അത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ജയിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് ഏതാനും നേതാക്കന്മാർ അവിടെയാണ് ശ്രീ ജോർജ് കുര്യൻ പ്രാദേശിക നേതാക്കളെ നിർത്തി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താതെ അതിനും അപ്പുറത്തേക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ആദ്യഘട്ടം മുതൽക്കേ തന്നെ ആവശ്യങ്ങൾ ഉയർന്നിരുന്നല്ലോ. പരീക്ഷണമല്ല, ആവശ്യമാണ്. കാരണം അങ്ങനെ ഒരു ആവശ്യം ആരും ഉയർത്തിയിട്ടില്ല. എല്ലാ തലത്തിലും വീണ്ടും ജില്ലാ കമ്മിറ്റിയിൽ പോയിട്ട് നേതാക്കന്മാർ ചർച്ച നടത്തിയിട്ടാണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥി, അത് മാധ്യമങ്ങളെല്ലാം അംഗീകരിച്ച കാര്യമാണല്ലോ, ഏറ്റവും ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് BJP നിർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല BJP ഇനിയുള്ള കാലഘട്ടത്തിൽ BJPയുടെ സ്ട്രാറ്റജി. അത് തീർച്ചയായിട്ടും പ്രാദേശിക നേതൃത്വത്തെയും എല്ലാ തലങ്ങളിലും വിജയിക്കത്തക്ക രീതിയിലേക്കായിരിക്കും കൊണ്ടുവരിക. അല്ലെങ്കിൽ ഏതാനും നേതാക്കളിലേക്ക് മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയ പ്രതിയോഗികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് BJP അങ്ങനെ ദുർബലമായി പോകും. അതുകൊണ്ട് അതൊരിക്കലും എല്ലാം ഓൾ ഇന്ത്യ തലത്തിൽ ചെയ്യുന്ന കാര്യമാണിത്. അത് കേരളത്തിലും ചെയ്യുന്നു. അതിപ്പോ BJPക്ക് ഇവിടെ വളരെ സമയപരിമിതി കൊണ്ടാണ്. വളരെ നന്ദി ശ്രീ ജോർജ് കുര്യനൊപ്പം തന്നെ ശ്രീ ജേക്കബ് ജോർജ് അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ ചർച്ചകളിലേക്ക് BJP നീങ്ങുകയാണ്. പ്രത്യേകിച്ച് വോട്ട് BJP പ്രതീക്ഷിച്ച രീതിയിൽ വർദ്ധിപ്പിക്കാനായില്ല എന്ന ഒരു വിഷയം തന്നെയായിരിക്കും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുക. കുമ്മനത്തിനെതിരായി വളരെ വലിയ രീതിയിൽ പടയൊരുക്കം ഉണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവരുന്നത്.